Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ഇന്റഗ്രൽസ് എക്സസൈസ് 7.4 ക്വസ്റ്റ്യൻ നമ്പർ 17 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 2 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, നമ്മളിപ്പം ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് ഡിനോമിനേറ്ററിനെ ഒന്നും മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു ഇതിലല്ല, ഫോമിലല്ല കിടക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ആലോചിക്കുക, സ്പ്ലിറ്റിംഗ് ആയിരിക്കും ഇതിൽ ഏറ്റവും കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ ന്യൂമറേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ എക്സ് ഡിവൈഡഡ് ബൈ, സോ ഫസ്റ്റ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ സോ എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനിയും പ്ലസ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് എന്ന് നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്താണ് ഇന്റഗ്രേഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ്. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ നമ്മള് ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 1നെ നമ്മൾ പുട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2x is equal to dt by dx എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ടത് മുകളിൽ എക്സ് ഡി എക്സ്, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ. സോ നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, സോ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് dt by 2. അപ്പൊ നമുക്ക് എന്താണ് ഈ ഭാഗത്തിന്റെ കാര്യം ഓക്കെ ആണ്. ഈ ഭാഗം നോക്കുമ്പോ ഈ ഭാഗം നമുക്ക് ഡയറക്റ്റ് എന്താണ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ 1 ബൈ ഈ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം എല്ലാം സോൾവ് ആയി. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് നമ്മൾ ഇത് പുട്ട് കൊടുത്തു. സോ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി ബൈ 2 ആണ്. സോ ഡി ടി ബൈ 2 ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് ടി എന്ന് വരും അല്ലേ. ഓക്കെ, സോ പ്ലസ് ഇവിടെ ഞാനങ്ങ് ഡി ടി ഉണ്ടല്ലോ 2 കോമൺ എടുത്തു, പുറത്തെടുത്തു 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈ 1 ബൈ 2 ഇവിടെ കിടക്കട്ടെ. സോ റൂട്ട് താഴെയാണ്. സോ റൂട്ട് എന്ന് വെച്ചാൽ ടി റേസ് ടു 1 ബൈ 2. ആ ടി റേസ് ടു 1 ബൈ 2 മുകളിൽ പോകുമ്പോൾ ടി റേസ് ടു മൈനസ് 1 ബൈ 2. സോ ടി റേസ് ടു മൈനസ് 1 ബൈ 2 ഡി ടി. ഓക്കെ, പ്ലസ് 2 integral of 1 by root of x square minus 1 dx. Okay, so that is equal to 1 by 2 into integral of t raised to minus 1 by 2 dt എന്ന് പറഞ്ഞാൽ എന്താണ് t raised to minus 1 by 2 t raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1. Okay, plus 2 integral of ഇവിടെ നിങ്ങൾക്ക് നമുക്ക് കൊടുക്കാം, ലാസ്റ്റ് കൊടുക്കാം എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ 2 എന്ന് വെച്ചാൽ 1 ബൈ 2. സോ ടി റേസ് ടു 1 ബൈ 2 ഡിവൈഡഡ് ബൈ ഇവിടെ 1 ബൈ 2. ഓക്കെ, സോ ഇത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇൻറ്റു 2 ബൈ 1 എന്ന് വരത്തില്ലേ ഈ 1 ബൈ 2. സോ ഈ 2 ഉം 2 കൂടെ ക്യാൻസൽ ആവും. സോ ടി റേസ് ടു 1 ബൈ 2 മാത്രം ബാക്കിയുണ്ട് അല്ലേ. So that is t raised to 1 by 2. So t raised to 1 by 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ t raised to 1 by 2 കിട്ടി. t എന്ന് വെച്ച് കഴിഞ്ഞാൽ x സ്ക്വയർ മൈനസ് 1 ആണ്. സോ x സ്ക്വയർ മൈനസ് 1 the whole raised to 1 by 2 ന് പകരം നമുക്ക് എന്താണ് ഇത് റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതിക്കൂടെ. സോ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതി. സോ റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 1 പ്ലസ് ഓക്കെ root of x square minus 1. okay, bracket ഇല്ലെങ്കിലും കുഴപ്പമില്ല. root of x square minus 1 plus 2 1 by root of x square minus a square. നമ്മുടെ log mod x plus അല്ലേ. so that is 2 log mod x plus ഈ കിടക്കുന്ന question root of x square minus 1 plus c എന്ന് വരും അല്ലേ. സോ എന്താണ്, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എളുപ്പമല്ലേ. സോ എന്താണ് പല പല മെത്തേഡ്സ് നോക്കുക. നിങ്ങൾ എന്താണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതിനെ വേഗം കിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ് നമ്പർ 18. Integral of 5x minus 2 by 1 plus 2x plus 3x square dx. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മളൊരു വേറെ ടൈപ്പിലാണ്, വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ, അതായത് മുകളില് പി എക്സ് പ്ലസ് ക്യൂ ഫോം വന്നിട്ടുണ്ട്, താഴെ എന്താണ്, നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഫോം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂമറേറ്ററിനെ മാറ്റും. ന്യൂമറേറ്ററിനെ നമ്മൾ മാറ്റി വേറൊരു രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ പി എക്സ് പ്ലസ് ക്യൂ ഫോം അല്ലേ. സോ പി എക്സ് പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു, അതായത് ന്യൂമറേറ്റർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ, ഓക്കെ, പ്ലസ് ബി. ഓക്കെ, നിങ്ങൾ ന്യൂമറേറ്ററിനെ മാറ്റി നിങ്ങൾ ഈ ഫോമിലേക്ക് ആക്കിയിട്ട് തിരിച്ച് ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് എടുക്കും, ഇന്റഗ്രലിൽ തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ എന്താണ്, 5x minus 2 that is equal to a into d by dx of denominator means ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് 0 ആണ്, പ്ലസ് 0 ഞാൻ എഴുതുന്നില്ല. 2x ന്റെ എന്താണ്, 2 ആണ്, 2 പ്ലസ് 6x. ഓക്കെ, പ്ലസ് b. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് എങ്ങനെയും എന്റെ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, സോ എന്റെ ബിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് 5x minus 2 is equal to a ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. സോ 2a plus 6ax plus b. ഓക്കെ, ഇവിടെ നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും എക്സും, നമുക്ക് എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ ടേമും ഉണ്ട്, ഒരു കോൺസ്റ്റന്റും ഉണ്ട്. സോ നമുക്ക് എന്താണ്, ആദ്യം എക്സിന്റെ കോഎഫിഷ്യൻസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിനെ ഞാനൊരു ഇക്വേഷൻ നമ്പർ, ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, സോ എന്താണ്, ഇക്വേറ്റിംഗ് the coefficients of x in equation 2. ഓക്കെ, സോ ഇവിടെ എന്തുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സിന്റെ ടേം ഇതാണ്, എക്സിന്റെ കൂടെ കിടക്കുന്ന എന്താണ്, 6a ആണ്. സോ 6a, സോ നമുക്ക് എന്താണ്, a is equal to 5/6 എന്ന് കിട്ടി. സോ നമുക്ക് a ന്റെ വാല്യൂ കിട്ടി 5/6. ഇതാണ് നമ്മുടെ a ന്റെ വാല്യൂ. ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പോഴത്തേക്കിന് നമുക്ക് എന്താണ്, a is equal to 5/6 എന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. a is equal to 5/6. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ബിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റന്റ്സിനെ നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്താൽ മതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഓക്കെ, സോ equating constants in equation 2. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്തുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു -2 ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2aയും കോൺസ്റ്റന്റ് ആണ്, ബിയും കോൺസ്റ്റന്റ് ആണ്. സോ 2a plus b ഉണ്ട്. സോ 2a plus b. ഓക്കെ, സോ 2a plus b. സോ -2 is equal to 2 into a ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 5/6 എന്ന് കണ്ടുപിടിച്ചു. സോ 2 into 5/6 plus b എന്ന് എഴുതി. ഓക്കെ, so the -2 is equal to 5 2s are 10/6 plus b. So b is equal to എന്താ, -2 minus 10/6. So 6 22/6 എന്ന് കിട്ടും, -22/6. So b is equal to -22/6. ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് താഴെ 3 11. So that is -11/3. So നമുക്ക് b ന്റെ വാല്യൂ എന്ത് കിട്ടി, b is equal to -11/3 എന്നും കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് എന്താണ്, എന്റെയും ബിന്റെയും വാല്യൂസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. സോ നമ്മൾ എന്താണ്, എന്റെയും ബിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ എന്തായാലും ഇത് റബ്ബ് ചെയ്യാണ്. ഓക്കെ, സോ substituting the values of
the values of a and b in equation 1. Okay, so 5x minus 2 എന്ന് പറഞ്ഞാൽ a into a means 5 by 6 into 2 plus 6x. b എന്ന് വെച്ചാൽ minus 11 by 3. So minus 11 by 3. ഓക്കെ അല്ലേ? സോ 5x മൈനസ് 2ന് പകരം എന്താണ് നമ്മൾ ഇങ്ങനെ മാറ്റി. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ഇതിനകത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 5x മൈനസ് 2 വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ? അപ്പൊ നമ്മളൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്തോളൂ. നമുക്ക് കാണേണ്ട എന്താണ്? ഇന്റഗ്രൽ ഓഫ് ദിസ് തിങ് അല്ലേ? സോ എന്താണ്? therefore ഇന്റഗ്രൽ ഓഫ് 5x മൈനസ് 2 by 1 plus 2x plus 3x square dx is equal to, okay, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? that is equal to integral of 5x minus 2 വരെ നമുക്ക് ഇതിട്ട് കൊടുക്കാം അല്ലേ? so that is 5 by 6 into 2 plus 6x minus 11 by 3 the whole divided by ഇത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? ഇനി പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്ക് ആദ്യം എന്താണ് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എഴുതിയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 5 by 6. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഇതേ ഡിവൈഡ് ബൈ ഇത് മൈനസ് ഇതേ ഡിവൈഡ് ബൈ ഇത്. ന്യൂമറേറ്ററിനെ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, സോ 5 by 6 into 2 plus 6x. ഓക്കെ, 2 plus 6x ഡിവൈഡഡ് ബൈ എന്താ ഇത് 1 plus 2x. അതിന് നമുക്ക് 5 by 6 അങ്ങ് പുറത്തെടുത്തേക്കാം. 5 by 6 കോൺസ്റ്റന്റ് അല്ലേ? സോ 2 plus 6x divided by 1 plus 2x plus 3x square dx. Okay, minus 11 by 3. Okay, into integral of 1 by 1 plus 2x plus 3x square dx. Okay അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും. ഈ ഒരു ടേം ഇത് മാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് മൂലത്തെ കിട്ടും. സോ നമുക്ക് ഇതിനെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ദിസ് പുട്ട് ദിസ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. പിന്നെ ഇവിടോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്താണ് ഇപ്പൊ ഇതിവിടെ കിടക്കട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി രണ്ടും കൂടെ എന്താണ് ഒരേ മെത്തേഡിലല്ലോ ഒറ്റ സ്ട്രെച്ചിൽ ആൻസർ കിട്ടില്ല. സോ നമുക്ക് ഇതിനെ I1 എന്നും ഇതിന് നമുക്ക് I2 എന്നും സെപ്പറേറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്താണ് അവസാനം I1 ഉം I2 ഉം ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതിനെ ഞാനൊരു ഇക്വേഷൻ നമ്പർ 3 എന്നങ്ങ് കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ I1 എടുക്കാൻ പോകണം. I1 എന്ന് വെച്ചാൽ എന്താണ് 5 by 6 integral of 2 plus 6x by 1 plus 2x plus 3x square dx ആണ്. ഓക്കെ, സോ എന്താണ് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാൻ പോകണം അല്ലെ? സോ പുട്ട് 1 plus 2x plus 3x square is equal to t എന്ന് കൊടുത്തു. സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ 2 plus 6x. ഓക്കെ, dt by dx ന് dx ഇപ്പുറത്തേക്ക് വരില്ലേ? dx is equal to dt. സോ കിട്ടിയില്ലേ നമ്മുടെ ന്യൂമറേറ്റർ 2 plus 6x dx അല്ലേ? 2 plus 6x dx ന് പകരം നമുക്ക് dt എന്ന് കൊടുക്കാം. സോ ദാറ്റ് is 5 by 6 into integral of dt divided by ഇതെന്താണ് t ആണ് t. എളുപ്പമായല്ലോ. 5 by 6 into 1 by x dx എന്താണ് log mod x. 1 by 3 dt എന്താണ് log mod t. so into log mod t. t ക്ക് വാല്യൂ കൂടെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. t എന്ന് വെച്ചാൽ എന്താണ് 1 plus 2x plus 3x square ആണ് പ്ലസ് c. ഓക്കെ, സോ നമ്മുടെ I1 നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, സോ I1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്താണ് I2 ചെയ്യാം. ഓക്കെ,
നമ്മുടെ I1ന്റെ വാല്യൂ ഇതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, I1ന്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം. I1 is equal to the 5/6 log mod 1 plus 2x plus 3x square. Okay, 1 plus 2x plus 3x square plus c. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഇനി ശ്രദ്ധ ചെയ്യാം. ഇനി നമുക്ക് എന്താണ് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -11/3. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് 1/1 plus 2x plus 3x square dx. ഓക്കെ, സോ ഇത് നമുക്ക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഇതിന്റെ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം 1 ആക്കണം അല്ലെ, നമുക്ക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടി നമുക്ക് -11/3 അവിടെ കിടക്കട്ടെ. 1/ ഞാൻ 3 എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കോമൺ എടുക്കാൻ പോവാണ്. സോ 3 കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്തിട്ട് നമുക്ക് ഇവിടുന്ന് x സ്ക്വയർ ചെയ്ത് തുടങ്ങാം. സോ x സ്ക്വയർ പ്ലസ് 2/3x പ്ലസ് 1/3. ഓക്കെ, dx എന്ന് നമ്മൾ എഴുതി. ഓക്കെ, സോ ഇത്രയും കൂടെ നമുക്ക് എന്താണ് പുറത്തേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -11/6. ഓക്കെ, സോ ഇന്റഗ്രൽ ഓഫ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം അല്ലെ. സോ ഇവിടെ 3 3s are 9 ആണ്. സോറി, നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം അല്ലെ. സോ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കുക 2/3. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് 2/3 അല്ലെ, ഡിവൈഡ് ബൈ 2 ചെയ്യുക. സോ ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ 2/6. ഓക്കെ, 2/6 എന്ന് വെച്ചാൽ എന്താണ് 1/3 തന്നെയാണ് 2/6 എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്താണ് ഇനി ഇതിന്റെ സ്ക്വയർ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9. സോ 1/9 ആണ് നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. ഓക്കെ, സോ 1/x സ്ക്വയർ പ്ലസ് 2/3x. ഓക്കെ, പ്ലസ് 1/9 മൈനസ് 1/9 പ്ലസ് 1/3. ഓക്കെ, dx. Okay, this is equal to -11/9 integral of 1/. ഇതെന്താണ് x plus 1/3 the whole square എന്ന് എഴുതാം. So x plus 1/3 whole square എന്ന് എഴുതി. ഇനി എന്തുണ്ട്, ഒരു -1/9 പ്ലസ് 1/3 ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാ -3 പ്ലസ് 9/9 3s are 27. Okay, so that is equal to 6 7 8 9 6/27 30. So ബാക്കി എന്തുണ്ട് 6/27 ഉണ്ട്. ഓക്കെ, 6/27 നമ്മളിവിടെ ഞാൻ ഈ 6/27 ഇങ്ങോട്ട്. ഓക്കെ, 6/27 നമുക്ക് വീണ്ടും ചെറുതാക്കാം അല്ലെ. 3 2s are 6 9s are 27. ഓക്കെ, സോ പ്ലസ് 2/9. ഓക്കെ, dx. ഓക്കെ, ഇനി എന്താണ് I1 ഇവിടെ ഉണ്ട്, I2 നമ്മൾ കാണുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -11/9 ഇന്റഗ്രൽ ഓഫ് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന ഫോം ആക്കണം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x പ്ലസ് 1/3 the whole square പ്ലസ് 2/9 നമ്മളൊക്കെ എങ്ങനെ എഴുതാം? 2/9 നമുക്ക് എങ്ങനെ എഴുതാം? √2/3 the whole square എന്ന് എഴുതിക്കൂടെ. കറക്റ്റ് അല്ലേ? അതും കഴിഞ്ഞു. ഇനി എന്താണ്? that is equal to -11/9. this is 1/x square plus a square form ആണ്. എന്താ 1/x square plus a square? 1/a tan inverse x by a plus c. Okay, so that is equal to 1/a ഇത് x square plus a square form. 1/a എന്ന് പറയുമ്പോൾ എന്താണ്? √2 1/a √2/3 1/a tan inverse x by again a plus c. ഓക്കെ, പക്ഷെ
നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1/3 ആണ് അല്ലേ. സോ ഇതാണ്, ഇങ്ങനൊരു തെറ്റ് വരാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്താണ് ഇതിനെ അങ്ങ് ടീന്നങ്ങ് കൊടുക്കുക. ഓക്കെ. സോ എക്സിന്റെ കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് നിങ്ങൾ എക്സ് പ്ലസ് 1/3 അത് നിങ്ങൾ വിട്ടുപോകും. ഓക്കെ. സോ എന്താണ്, ഞാൻ എക്സ് പ്ലസ് 1/3 ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കൊടുത്തു. ഓക്കെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -11/9 ഇന്റഗ്രൽ ഓഫ് 1/t സ്ക്വയർ പ്ലസ് √2/3 the whole square. അപ്പൊ ഇപ്പൊ ചെറുതായില്ലേ ഡി ടി, ഇപ്പൊ ചെറുതായില്ലേ. Okay, so that is equal to -11/9 bracket tan inverse, oh sorry, 1/a. 1/a എന്ന് പറയുമ്പോൾ 1/√2/3. 1/a tan inverse, okay, x/a. അതെന്ന് വെച്ചാൽ എക്സിന്റെ സ്ഥലത്തിന് t ആണ്. x/a എന്ന് വെച്ചാൽ √2/3 പ്ലസ് c. ഇത് നമുക്ക് എന്താണ് ടിക്ക് തിരിച്ച് വാല്യൂ കൊടുക്കാം. ഓക്കെ. സോ ടിക്ക് തിരിച്ച് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 1/3 അല്ലേ നമ്മൾ ടി ആയിട്ട് കൊടുത്തത്. ഓക്കെ. സോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു -11/9 1/√2/3 എന്ന് വെച്ചാൽ എന്താണ് 3/√2. സോ 3/√2 tan ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് 1/3 അല്ലേ. x plus 1/3 by √2/3 ക്ലോസ് ചെയ്തു പ്ലസ് സി എന്ന് നമ്മൾ എഴുതി. നമുക്കൊരു കാര്യം ചെയ്യാം, -11/9 എന്താണ് ഈ 3/√2 ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. സോ നമ്മൾ എന്താണ് -11/9 ഇൻറ്റു 3/√2 tan ഇൻവേഴ്സ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് സിംപ്ലിഫൈ ചെയ്താണ് 3x plus 1 എന്ന് എഴുതിക്കൂടെ. സോ tan ഇൻവേഴ്സ് 3x plus 1/3/√2/3. ഓക്കെ. 3 ക്യാൻസൽ ആയി പോവല്ലോ. പ്ലസ് സി. ഓക്കെ അല്ലേ. സോ ഇവിടെ നമുക്ക് 3 3s are 9. ഓക്കെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു -11/3√2 എന്ന് വരും. ഓക്കെ. സോ tan ഇൻവേഴ്സ് ഇതും കൂടെ ക്യാൻസൽ ആയി. സോ എന്തുണ്ട് 3x plus 1/√2 ഉണ്ട് പ്ലസ് സി. ഓക്കെ. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 5. ഓക്കെ. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 4ഉം ഇക്വേഷൻ നമ്പർ 5ഉം നമ്മുടെ ഇക്വേഷൻ നമ്പർ 3യിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് എന്താണ് ഇത് ഇട്ട് കൊടുക്കാം. ഓക്കെ. നമ്മുടെ I2 അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ I2. ഓക്കെ. Okay, therefore equation number 3 എന്താവും? equation number 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to first I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് I1 ന്റെ വാല്യൂ ഇതാണ്. So 5/6 log mod 1 plus 2x plus 3x square എല്ലാത്തിനും കൂടെ ഒറ്റ സി ഇട്ടാൽ മതി. ഓക്കെ. ഓക്കെ. ഇനി എന്താണ് ഇത് equation number 2. സോറി equation number 2 അല്ല, equation number 5 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. that is I2 -11/3√2 tan inverse 3x plus 1/√2 plus c. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. എല്ലാത്തിനും കൂടെ ഒറ്റ സീറ്റ് കൊടുത്താൽ. ഓക്കെ. സോ എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് മുകളിൽ px plus q ഫോം വന്നിട്ട് താഴെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ മാറ്റി a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് b എന്ന് എഴുതി എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് സാധാ ഇന്റഗ്രേഷൻ ആണ്. സാധാ എന്താ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഒന്നാമതിനെ നമ്മൾ ചെയ്തു, രണ്ടാമത് നമ്മൾ എടുത്തു, അതിനെ നമ്മൾ ചെയ്തു. പിന്നെന്താണ് ഒന്നാമത്തിനും രണ്ടാമത്തിനും കൂടെ നമ്മൾ മെയിൻ ഇക്വേഷൻ ഇട്ടു. അതായത് I1ഉം I2ഉം നമ്മൾ മെയിൻ ഇക്വേഷനിൽ ഇട്ടു. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.